ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബേബി ഫ്രോക്കിൽ എംബ്രോയ്ഡറി പുള്ളിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്ക്കാൻ നോക്കാം. ഇതാണ് ഹാൻഡ് എംബ്രോയ്ഡറി തയ്ക്കുന്ന നൂല്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഒരു നൂലിന് 4 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് 6 അഴയുള്ള നൂലാണ്. ഇതിൽ നിന്ന് 2 അഴ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ബേബി ഫ്രോക്കിൽ തയ്ക്കുന്നത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബേബി ഫ്രോക്കാണ്. ഇത് റെഡിമെയ്ഡായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതിലാണ് ഞാനിപ്പോൾ എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം സൂചി തുണിയുടെ അടിയിൽ നിന്ന് മേലേക്ക് കുത്തിയെടുക്കാം. ഇനി എവിടെയെന്ന് എവിടേക്കാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് കണക്കാക്കി വേണം സൂചി കുത്തിയെടുക്കാൻ. എന്നിട്ട് സൂചിയിൽ ഇതുപോലെ നൂല് ചുറ്റിയെടുക്കണം. ചെറിയൊരു പൂവാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് അധികം ചുറ്റേണ്ട ആവശ്യമില്ല. ഇനി വലിയ പൂവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചധികം ചുറ്റിയെടുക്കാം. എന്നിട്ടിത് പതുക്കെ വലിച്ചെടുക്കണം. ശക്തിയിൽ വലിക്കരുത്. പതുക്കെ വളരെ ശ്രദ്ധയോടുകൂടി കെട്ടുകൂടാതെ വലിച്ചെടുക്കണം. ഇനി ഇതൊന്ന് വലിച്ച് ടൈറ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ സൂചി കുത്തിയെടുത്തത് അവിടേക്ക് തന്നെ സൂചി അടിയിലേക്ക് കുത്തിയെടുക്കാം. ഇനി അടുത്ത പെറ്റൽസും എവിടെ നിന്ന് എവിടേക്കാണോ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കണക്കാക്കിയിട്ട് സൂചി കുത്തിയെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഇനി നേരത്തെ തയ്ച്ച പോലെ തന്നെ ഓരോ പെറ്റൽസും തയ്ച്ചെടുക്കാം. അപ്പോൾ ഏത് സൈഡിലേക്കാണോ ഓരോ പെറ്റൽസ് വരുന്നത് ആ സൈഡ് കണക്കാക്കിയിട്ട് വേണം സൂചി കുത്തിയെടുക്കാൻ. ഇപ്പോൾ 2 ചെറിയ പൂക്കൾ തയ്ച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതിന് 2 ചെറിയ തണ്ട് തയ്ച്ചെടുക്കാം. അത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളർ നൂല് 2 ഇഴയിൽ കോർത്തെടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തയ്ച്ച് തുടങ്ങാം. ഇനി ഒരു ചെറിയ ലീഫ് തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയ ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. ലീഫ് തയ്ക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചിലാട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരിഴ നൂലാണ് സൂചിയിൽ കോർത്തെടുക്കുന്നത്. എന്നിട്ട് ഒരു സൈഡിൽ കെട്ടിട്ട് കൊടുക്കാം. ഇനി 2 ഇഴ നൂലിൽ കോർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു സിമ്പിൾ ഫ്രോക്കാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ലീഫ് വളരെ നേരിയ ഒരു ലീഫ് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒരിഴ നൂലിലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രോക്കിൽ തന്നെ അവിടെ ഇവിടെയായിട്ട് പുള്ളൻ സ്റ്റിച്ചിൽ ചെറിയ ചെറിയ പൂക്കൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ നെക്കിലൊക്കെ പുള്ളൻ സ്റ്റിച്ച് തയ്ച്ചെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് നല്ല തിക്കായിട്ടാണ് കേട്ടോ തയ്ച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇനി നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.